then you can put the heading as Paris Summit. Paris Summit. Paris Summit. PARIS. So you can see the word. So in 2015, ഇത് നടന്നതെല്ലാം ഇങ്ങനെ 97-ലാണ്. 97 തൊട്ട് ഇതാണ് നടന്നുകൊണ്ട് ഇപ്പം ഇതിൻ്റെ കാലാവധി തീർന്നിട്ടില്ല. എപ്പോഴാണ് തീരാൻ പോകുന്നത്? 2020-ലാണ്. 2020-ലാണ് കയോട്ടോ കോൺഫറൻസ് കാലാവധി തീരാൻ പോകുന്നത്. കാരണം ലോങ് എഗ്രിമെൻ്റ് ആയിരുന്നു, ലീഗൽ എഗ്രിമെൻ്റ് ലെങ്തി ആയിരുന്നു. 2020-ലായിരിക്കും തീരാൻ പോകുന്നത്. ഓക്കെ, എനിവേ അതിനിടയ്ക്കാണ് അടുത്തൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. എവറി ഇയർ വി ആർ കോളിംഗ് ദ മീറ്റിംഗ്. 2015 we reassembled at Paris to discuss the issue caused by the CBDR. ശ്രദ്ധിക്കാത്ത പോയിന്റ്. എന്തിനാണ് ഈ മീറ്റിംഗ് വന്നത്? എന്തുകൊണ്ടാണ് അമേരിക്ക ഇതിനകത്ത് പുൾ ഓൺ ചെയ്ത് പോയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. All the countries are reassembled at Paris in the year 2015 to discuss the progress of emission reduction. That's the aim. So in 2015, all the countries are assembled at Paris to discuss the issue called by the term emission reduction. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ത് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അമേരിക്ക പോയിന്റ് തൊട്ട് ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യത്തെ പോയിന്റ്, എമിഷൻ റിഡക്ഷൻ ഈസ് സെൻട്രലൈസ്ഡ് അറൗണ്ട് ഓൺലി ഡെവലപ്ഡ് നേഷൻ, നോട്ട് ഓൺ ദ ഷോൾഡർ ഓഫ് ഡെവലപ്പിംഗ് നേഷൻ. ഒരു പോയിന്റ്. ചൈനയ്ക്ക് കുറയ്ക്കേണ്ട, ഇന്ത്യക്ക് കുറയ്ക്കേണ്ട, അമേരിക്കയ്ക്ക് കുറയ്ക്കണം. ഉചിതമാണോ എന്നാണ് ഒരു ചോദ്യം. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ചൈന ഈസ് ഫാസ്റ്റ്ലി ഡെവലപ്പിംഗ്. അവർക്കെന്തില്ല? എമിഷൻ ലിമിറ്റേഷൻ ഇല്ല. അമേരിക്ക എമിഷൻ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ശരിയാണോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, ഏറ്റവും പെനാൽറ്റി പറയുന്ന പോയിന്റ് ഇതാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെനാൽറ്റി കളക്ട് ചെയ്യുന്നുണ്ട്, ടാക്സ് എടുക്കുകയാണ്. ഈ ടാക്സ് ആർക്കാണ് കൊടുക്കുന്നത്? ചൈനയ്ക്കും ഇന്ത്യക്കും കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് നേഷന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ശരിയാണോ? ആ പോയിന്റ് അമേരിക്കൻ വ്യൂ പോയിന്റ് ഇത് ശ്രദ്ധിക്കണം. ഒന്നാമത് പറഞ്ഞത് there's no emission reduction for developing nation, it's only for developed countries. One of the anomaly pointed out by America. രണ്ട്, the penalties are only on the shoulder of developed nation and the money gathered will be spent only for developing nation rather than for developed nation. These are the two negative points said by US. അമേരിക്ക മാത്രമല്ല, കാനഡ, ജപ്പാൻ, റഷ്യ, ഓസ്ട്രേലിയ, ഇവരെല്ലാം ഇപ്പോൾ ഇതിനകത്ത് പുള്ളിയിരിക്കുക. നമ്മൾ അമേരിക്ക മാത്രമേ പറയുന്നുള്ളൂ. അമേരിക്ക മാത്രമല്ല പാരീസ് സമ്മിറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇത് റഷ്യ ഇറങ്ങിപ്പോയി, കാനഡ ഇറങ്ങിപ്പോയി, ഓസ്ട്രേലിയ ഇറങ്ങിപ്പോയി, ന്യൂസിലാൻഡ് ഇറങ്ങിപ്പോയി, സൗദി അറേബ്യ ഇറങ്ങിപ്പോയി. നമ്മളെപ്പോഴും അമേരിക്ക മാത്രമേ പറയുന്നുള്ളൂ. ഈ പറഞ്ഞ എല്ലാ കൺട്രിയും എവിടെ നിന്ന് ഇറങ്ങിപ്പോയി? ഈ പാരീസ് കോൺഫറൻസിൽ നിന്ന് എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. റീസൺ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? നോ പെനാൽറ്റി ഓൺ ദ ഡെവലപ്പിംഗ് നേഷൻ. രണ്ട്, നോ ലിമിറ്റേഷൻ ഫോർ എമിഷൻ റിഡക്ഷൻ. So what we planned is that we try to change the CBDR into an event called INDC. CBDR എന്ന കോൺസെപ്റ്റിനെ മാറ്റി അതിനപ്പുറം എന്ത് കോൺസെപ്റ്റ് ഉണ്ടാക്കി? INDC, very important. An expansion, intended, 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 nationally determined contribution. Intended, nationally determined, DETERMINED, contribution. ഓക്കെ, അപ്പോൾ എന്ത് പോയി? CBDR എടുത്ത് കളഞ്ഞു. ഇതില്ല. അതിനപ്പോൾ എന്ത് ഇംപ്ലിമെന്റ് നമ്മൾ പ്ലാൻ ഔട്ട് ചെയ്തു? INDC. അപ്പോൾ എന്താണ് വ്യത്യാസം? ഇവിടെ നോക്കുക, INDCനകത്ത് പറയുന്ന പോയിന്റ് നോക്കുക. എവറി നേഷൻ ക്യാൻ വോളണ്ടറിലി ഡിക്ലെയർ എൻ എമിഷൻ റിഡക്ഷൻ ത്രൂ programs. Every nation can voluntarily declare an emission reduction program
voluntarily. അപ്പോൾ ആര് ഫിക്സ് ചെയ്ത് കൊടുക്കണ്ട? COP ഫിക്സ് ചെയ്യണ്ട. എല്ലാ നേഷനും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഓരോ വർഷവും ഓരോ എമിഷൻ റിഡക്ഷൻ റേറ്റ് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. ഒരിക്കൽ ഡിക്ലെയർ ചെയ്ത് പോയാൽ ആ നേഷൻ എന്ത് ചെയ്യണം? സ്ട്രിക്ട്ലി അത് എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് നമ്മൾ 10 ഫിക്സ് ചെയ്ത് കൊടുക്കും COP. അത് വേണ്ട. ഓസ്ട്രേലിയക്ക് എന്ത് ചെയ്യാം? നിശ്ചയിക്കാം. അവിടെ സാഹചര്യം മനസ്സിലാക്കി അവർ തന്നെ ഒരു റേറ്റ് എന്ത് ചെയ്യണം? പറയണം. പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അതാണ് ഇവിടുത്തെ മീനിങ്. ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. വോളണ്ടറിലി എവറി നേഷൻ ഷുഡ് ഡിക്ലെയർ എൻ എമിഷൻ റിഡക്ഷൻ. അപ്പോൾ ഇന്ന് വരുന്നില്ല ഡെവലപ്പിങ്ങോ ഡെവലപ്ഡോ ഒന്നും തന്നെ വരത്തില്ല. മനസ്സിലായോ? അതിന് ആര് കമ്പൽ ചെയ്യത്തില്ല? ഇത്ര വേണമെന്ന് ആര് കമ്പൽ ചെയ്യത്തില്ല? COP കമ്പൽ ചെയ്യത്തില്ല. COP ഒരിക്കലും കമ്പൽ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പം ഉചിതമായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഇന്ത്യ 5 പറയുന്ന അമേരിക്ക 1 പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ അമേരിക്ക അവരുടെ പ്രൊപ്പോർഷനായിട്ട് എന്ത് പറയണം? ഒരു റേറ്റ് പറയണം. ഇന്ത്യയുടെ പ്രൊപ്പോർഷനായിട്ട് എന്ത് ചെയ്യണം? റേറ്റ് പറയണം. അപ്പോൾ ബംഗ്ലാദേശ് 5 പറയുന്നു, ഇന്ത്യ 2 പറയുന്നു, ശരിയാണോ? ഇല്ല. ഇന്ത്യ എന്ത് പറയണം? ബംഗ്ലാദേശ് 2 ആണ്, ഇന്ത്യ എന്ത് പറയണം? 10 പറയണം. അപ്പോൾ അത് നമ്മുടെ കൺട്രിയുടെ വിൽ പവർ അനുസരിച്ചാണ്. പക്ഷെ അത് വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. വെറുതെ ഡിക്ലെയർ ചെയ്താൽ പോരാ, അതിൻ്റെ പ്രോഗ്രാമും കൂടെ പറയണം. എങ്ങനെ നിങ്ങൾ എമിഷൻ കുറയ്ക്കും എന്നും കൂടെ എന്ത് ചെയ്യണം? പറയണം. ഇതാണ് എന്ത് പറയുന്നത്? ഇൻറ്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. വോളണ്ടറിലി എവറി നേഷൻ ക്യാൻ ഡിക്ലെയർ ദെയർ ഓൺ എമിഷൻ റിഡക്ഷൻ. ഇത് ആർക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നത്? ഡെവലപ്ഡ് നേഷൻ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ പലരും എന്ത് ചെയ്യും? വിഡ്രോ ചെയ്ത് പോകും. ഇത് ചെയ്തിട്ട് പോലും ഇപ്പോഴും അമേരിക്ക എന്ത് ചെയ്തിട്ടില്ല? സമ്മതിച്ചിട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് സമ്മതിക്കാതിരിക്കാൻ റീസൺ കൂടെ ഉണ്ട്. ഇവരിതിനകത്ത് ഇറങ്ങണമെങ്കിൽ പഴയ ഡ്യൂസ് മുഴുവൻ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. മനസ്സിലായോ? എന്നാൽ കഴിഞ്ഞ 10 കൊല്ലത്തെ ഡ്യൂസ് മുഴുവൻ എന്ത് ചെയ്യണം? അമേരിക്ക എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അമേരിക്ക മാത്രമല്ല, ഇങ്ങനെ ഇറങ്ങിപ്പോയി എല്ലാ കൺട്രിയും, റഷ്യ, കാനഡ, സൗദി അറേബ്യ, ജപ്പാൻ, ഇവരെല്ലാം എന്ത് ചെയ്യണം? ഡ്യൂസ് ക്ലിയർ ചെയ്യണം. ഡ്യൂസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 500-600 കോടിയാണ് വരുന്നത് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇതേ അവർ ഗ്രീഡാണ്, INTC ഗ്രീഡാണ്. പക്ഷേ പഴയ ഡ്യൂസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അൺടോളറബിൾ ആണ്. എനിവേ, അതുകൊണ്ടാണ് അമേരിക്ക എന്ത് ചെയ്തത്? ദേ ബോയ്കോട്ടഡ് ഫ്രം ദ പാരീസ് സമ്മിറ്റ്. Again, you might read in the paper that in 2019, when they met in Spain, including America, no decision was taken in the conference of party held in Madrid. Paper ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. No decision made in the COP25. എല്ലാം കൂടെ കൂടിയിരുന്ന് ചായയും കുടിച്ച് പിരിഞ്ഞു പോയി. ഒരു ഡിസിഷൻ പോലും എടുത്തിട്ടില്ല. കാരണം ഡെവലപ്ഡ് നേഷനൊക്കെ ഇറങ്ങി നിൽക്കുക. ഓക്കെ, ഇതിനകത്ത് ഒരു ചേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്തോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യ റീമെമ്പർഷിപ്പ് എടുത്തിപ്പോൾ മാഡ്രിഡ് മീറ്റിങ്ങിനകത്ത് റഷ്യ എന്ത് ചെയ്തു? സമ്മതിച്ചു, ഞങ്ങളെല്ലാം അടച്ചോളാം, സമയം തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യ ഒഴികെ ബാക്കി ആരും എന്ത് ചെയ്തിട്ടില്ല? സമ്മതിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു പോയിന്റാണ്. അപ്പോൾ ചോദിക്കാം, in 2019 meeting, one of the developed nation re-entered into the conference of party. And the answer is Russia. ബാക്കി ആരും ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. ഓക്കെ, അപ്പം സ്പെയിൻ മീറ്റിംഗ് ഈസ് വിത്തൗട്ട് എനി ഡിസിഷൻ മെയ്ഡ് മീറ്റിംഗ്, നോ ഡിസിഷനാണ്. ഇനി രണ്ടാമത് ഓർക്കേണ്ട പോയിന്റ്, പാരീസ് സമ്മിറ്റിലാണ് നിങ്ങൾ പേപ്പറിൽ എപ്പോഴും പറയുന്നൊരു വാക്ക്, every country should reduce their temperature annually 1.5 degree to the maximum 2 degree centigrade per year. ഇതാണ് രണ്ടാമത്തെ ഡിസിഷൻ. ഒന്ന് INTC ആണ്. സെക്കൻഡ് ഡിസിഷൻ അവർ പറയുന്നത്, every country should maintain their global rising of temperature preferably at 1.5 degree to a maximum value called 2 degree per year. അപ്പോൾ അതും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളരെ ട്രിക്കിയാണ് ഈ ഡിസിഷൻ എന്ന് പറയുന്നത്. ആ പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കണം. ഓരോ കൺട്രിയും അവരുടെ കൺട്രിയുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ പ്രിഫറബിളി 1.5 ഡിഗ്രിയാണ് ഒരു വർഷത്തേക്ക്. അടുത്ത വർഷം പിന്നെ 1.5 ഡിഗ്രി കൂട്ടാം. മാക്സിമം എത്ര വരെ പോവാം? 2 ഡിഗ്രി വരെ പോവാം. അതിന് മുകളിൽ പോകരുത്. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം?
എമിഷൻ റിഡക്ഷൻ നന്നായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ഡിക്ലറേഷൻ എന്തായിരിക്കും? ഏതാണ്ട് പണ്ട് കോൺഫറൻസ് ഓഫ് പാർട്ടി ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ലെവലിൽ തന്നെ വരും. ഭയങ്കര കളിയാണ് അത്. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്ലേ അല്ല. 1.5 ഡിഗ്രിയിൽ മുകളിൽ കൂടരുത്, മാൻഡറ്ററി ആണ്. പ്രിഫറബിളി 2 ഡിഗ്രിയിൽ മുകളിൽ ഒരിക്കലും കൂടരുത്, അത് മാൻഡറ്ററി ആണ്. ഇത് പ്രിഫറബിൾ ആണ്, മറ്റേത് മാൻഡറ്ററി ആണ്. 2 ഡിഗ്രി കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എമിഷൻ എന്ത് ചെയ്യണം? വല്ലാണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതനുസരിച്ച് വേണം എന്ത് ഡിക്ലെയർ ചെയ്യാനായിട്ട്? INDC ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പം കൂട്ടിക്കളിച്ച് നോക്കുമ്പോൾ വാല്യൂ എന്തായിരിക്കും? പഴയത് തന്നെ വരും. അപ്പോൾ അതാണ് അമേരിക്ക ഇപ്പോഴും പിടികൊടുക്കാതെ നടക്കുന്നത്. റഷ്യ സംഭവിച്ചു, എഗ്രി ചെയ്തു. കാരണം ഇനി ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എല്ലാ കൺട്രിയും ഒരുമിച്ച് നിൽക്കുകയാണ്, എക്സെപ്റ്റ് സർട്ടൻ കൺട്രീസ്. അപ്പോൾ അമേരിക്ക ക്യാൻ സ്റ്റാൻഡ് എലോൺ, സോ ദേ വിൽ കം ഔട്ട് വിത്ത് ഡിസിഷൻസ്. ആൻഡ് ദീസ് ആർ ദ 2 ഡിസിഷൻ ടേക്കൺ ഇൻ. ഓക്കെ, അത്രയും മതി ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഞാൻ 1-2 ക്വസ്റ്റ്യൻ ഒന്ന് പറയാം, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ. ഒന്ന്, ഞാൻ ഈ പറയുന്ന ഓസോൺ ഡിപ്ലീഷനകത്ത് പറയുമ്പം ഈ കൺട്രീസ് പേരൊന്നും എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൺട്രി ഒന്ന് അർജൻറ്റീനിയ. അവിടെയൊക്കെ ഇപ്പം ഈ ഓസോൺ ഡിപ്ലീഷൻ വളരെ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഡിപ്ലീറ്റ് ചെയ്യാണ് എന്ന് പറയുമ്പോൾ UV വരികയാണ് അവിടെയൊക്കെ. അർജൻറ്റീനിയ, ചില്ലി. 3 സൗത്ത് ആഫ്രിക്ക, 4 ന്യൂസിലാൻഡ്, 5 ഓസ്ട്രേലിയ. ഓക്കെ.